ഈ ഭേദഗതി RSSനെ മാത്രമേ സഹായിക്കൂ. ഇവരും CPMഉം ഒരുപോലെയാണ്. എല്ലാം അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. രാജ്യത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായ FCRA ഭേദഗതി ബില്ലിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണിത്. ഇതിലെ ഭരണഘടനാ വിഷയത്തെക്കുറിച്ചോ മതപരമായ അടിച്ചമർത്തലിനെ പറ്റിയോ ഹിന്ദുത്വ അജണ്ടയെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ BJP = CPM എന്ന പല്ലവി ആവർത്തിക്കാൻ മറന്നിട്ടുമില്ല. രാഹുലിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. Now suddenly we notice that an FCRA bill has been brought in. And what is interesting is there is only one organization that can get money from abroad. No other organization can get money from abroad except the RSS. Mr. Modi can get finance from abroad through Mr. Adani, and the RSS can get finance from abroad. Nobody else can get it. What is so special about the RSS? That they have special rules for them. They spread hatred, they spread anger, they divide people. So that is the way the BJP functions. Everything is done for Mr. Adani and Mr. Ambani or for their political organization. But if you're a common person, there is nothing for you. There is massive unemployment in Kerala. If you know a left front leader, if you're part of their organization, you can get access to the jobs. The RSS organization can get anything. The LDF organization can get anything. But the people of Kerala cannot get anything. And that is the difference between the UDF, the Congress, and the LDF and the BJP. We work for the people of our country. We do not work simply for our organization. They don't care about the people, they only work for their organization. രാഹുൽ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവം എന്നൊക്കെ തോന്നാം. പക്ഷേ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ്? 2026 മാർച്ച് 25 ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെന്റ്മെന്റ് ബിൽ 2026 എന്ന കരിനിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പുലർത്തുന്ന ഈ ഇരട്ടത്താപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മോദി സർക്കാരിന്റെ ഏകാധിപത്യവും അതിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വവുമാണ്. എന്താണ് FCRA ഭേദഗതി 2026? ആദ്യം നമുക്ക് ഈ നിയമത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സുതാര്യത അഥവാ ട്രാൻസ്പെറൻസി എന്ന മനോഹരമായ വാക്കുപയോഗിച്ചാണ് സർക്കാർ ഈ ബില്ലിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉള്ളടക്കം ഭയാനകമാണ്. വിദേശത്ത് നിന്ന് സഹായം സ്വീകരിക്കുന്ന ഏതൊരു NGOയുടെയും രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടാലോ അല്ലെങ്കിൽ അത് പുതുക്കാൻ സർക്കാർ വിസമ്മതിച്ചാലോ ആ സംഘടനയുടെ മുഴുവൻ ആസ്തികളും ഫണ്ടും കണ്ടുകെട്ടാൻ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ കേന്ദ്രം നിയമിക്കും. ഭരണഘടന നൽകുന്ന സ്വതന്ത്രമായി സംഘടിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ വിദ്യാലയങ്ങളും ആശുപത്രികളും ക്രിസ്ത്യൻ മിഷണറിമാരുടെ കീഴിലും മറ്റ് സന്നദ്ധ സംഘടനകളുടെ കീഴിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ നിശബ്ദരാക്കാനും വേണമെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും കേന്ദ്രത്തിന് ഈ നിയമത്തിലൂടെ സാധിക്കും. കേരളം തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും സിവിൽ സൊസൈറ്റിയും വലിയ ആശങ്കയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അപകടം തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഇതൊരു അപകടകരമായ നിയമമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇടതുപക്ഷ മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷം ഇതിനെ കാണുന്നത് കേവലം ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നം മാത്രമായല്ല, മറിച്ച് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള ആഘാതമായാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ വെറുമൊരു തിരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന്. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പിൻവാതിൽ നിയമനം എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് ഇതിലൂടെ തെളിയുന്നത്. BJPയെ രാഷ്ട്രീയമായി തുറന്നെതിർക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണിത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഹുൽ തെരഞ്ഞെടുത്ത വേദികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ക്രിസ്ത്യൻ ശക്തി പ്രദേശങ്ങളിലാണ് രാഹുൽ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ 18% വരുന്ന ക്രൈസ്തവ വോട്ടുകളെ പ്രീണിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി കോട്ടയത്തും പുതുപ്പള്ളിയിലും ഈ വിഷയം ഉന്നയിച്ചത്. ഇത് RSSനെ സഹായിക്കാനുള്ള നീക്കം എന്ന് രാഹുൽ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരാത്മാർത്ഥതയുമില്ല. വടക്കേ ഇന്ത്യയിൽ ഇതേ നിയമം നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ഹിന്ദു വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയമാണ് അവരെ നയിക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ അവർ ന്യൂനപക്ഷ സംരക്ഷകരും ഡൽഹിയിലെത്തുമ്പോൾ അവർ മൃദു ഹിന്ദുത്വവാദികളുമായി മാറുന്നു. ഇത് ശുദ്ധമായ അവസരവാദമാണ്. ഏപ്രിൽ 1 പാർലമെന്റിന് മുന്നിൽ മഗർദ്വാറിൽ കോൺഗ്രസ് MPമാർ പ്ലക്കാർഡ് പിടിച്ചു നിന്നു. വലിയ പ്രതിഷേധമെന്നാണ് ഇതിനെ കോൺഗ്രസ് സ്വയം വിളിക്കുന്നത്. ഈ നിയമം പിൻവലിക്കുന്നത് വരെ പോരാടാനൊന്നും അവർക്ക് കഴിയില്ല. ഈ സമരത്തെ വേണമെങ്കിൽ ഒരു പ്രതീകാത്മക സമരം എന്ന് വിളിക്കാം. മറ്റു പല ഗൗരവകരമായ വിഷയത്തിലും ഈ പ്ലക്കാർഡ് പ്രതിഷേധം കോൺഗ്രസ് നടത്തിയിട്ടുള്ളതാണ്.
എന്തുകൊണ്ട് അവർ രാജ്യവ്യാപകമായി ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നില്ല? കർഷക സമരം പോലെ ഒരു വലിയ ജനകീയ സമരം സംഘടിപ്പിക്കാനൊന്നും കോൺഗ്രസിന് ഇന്ന് ശേഷിയില്ല. അവരുടെ പ്രതിഷേധങ്ങൾ വെറും ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയമായി ഒതുങ്ങുന്നു. രാഹുൽ ഗാന്ധി വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടർ പട്ടിക ക്രമക്കേട് എന്തായി? അതുമായി ബന്ധപ്പെട്ട കോടതിയിൽ പോകാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. പ്രതിഷേധങ്ങൾ പ്ലക്കാർഡുകളിൽ മാത്രം ഒതുങ്ങി. BJPയുടെ നയങ്ങളെ തുറന്നെതിർക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തത് കോൺഗ്രസിന്റെ സ്വന്തം ചരിത്രം കാരണം തന്നെയാണ്. FCRA വിഷയത്തിലും അത് അങ്ങനെ തന്നെയാണ്. വിദേശ ഫണ്ടുകളെ സംബന്ധിച്ച നിയമങ്ങൾ മുമ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ് തന്നെയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു മതവിഭാഗത്തെയോ അവരുടെ പ്രവർത്തനങ്ങളെയോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബിൽ മാത്രമല്ല ഇത്. അതിനപ്പുറത്ത് വിശാലാർത്ഥത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ബില്ലിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാരം കൂടി കേന്ദ്രം കവർന്നെടുക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന NGOയെ നിയന്ത്രിക്കാൻ കേന്ദ്രം നേരിട്ടിടപെടുന്നത് ഫെഡറലിസത്തിന് വിരുദ്ധമാണ്. ഇടതുപക്ഷം ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് കണക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഇത്തരം സംഘടനകളെ അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ നല്ല ആശങ്ക പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ധാരാളം ക്രൈസ്തവ മേധാവികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശങ്കയൊന്നും ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു ഗവൺമെന്റ് രാജ്യത്തെ ജനങ്ങളെ ആകെ ഒന്നിച്ചു നിർത്തിയല്ലേ പോകേണ്ടത്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രത്യേകമായൊരു ശത്രുതയോടെ സമീപിക്കുന്ന നില ഗുണകരമായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് അതാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് BJPയാണ്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSS അംഗീകരിച്ച നയമുണ്ട്. ആ നയമനുസരിച്ച് 3 ആഭ്യന്തര ശത്രുക്കളാണ് അവർക്ക്. ആ 3-ൽ 2 മുസ്ലിമും ക്രിസ്ത്യനുമാണ്. അതായത് ന്യൂനപക്ഷമാണ്. ഇത് പരസ്യമായി പറഞ്ഞവരാണ് അവർ, രഹസ്യമല്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് കോട്ടയത്തോ പുതുപ്പള്ളിയിലോ പറഞ്ഞു പോകേണ്ടുന്ന ഒരു ഇലക്ഷൻ വിഷയം മാത്രമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് BJPക്ക് ഒരു ബദലല്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ വിഷയത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ BJPയും CPMഉം സമമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനായ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ സഹായിച്ച കോൺഗ്രസിന്റെ നേതാവാണ് രാഹുൽ. पूरा का पूरा फर्जी केस था. हमारे ऊपर कीचड़ फेंका गया. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. केजरीवाल हो रहा है यार, तुम कहां मत भाई. ആ രാഹുൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ പിണറായിയെ ജയിലടക്കാത്തത് എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് എല്ലാ വേദികളിലും രാഹുൽ പറയുന്നത്. എന്നാൽ ഈ രാജ്യത്തെ ജനാധിപത്യം തകർക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ശക്തമായി ഒന്ന് പ്രതികരിക്കാൻ പോലും രാഹുലിന് കഴിയുന്നില്ല. കോൺഗ്രസ് ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയില്ല. മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളോട് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ എതിർപ്പില്ല. അവർ എതിർക്കുന്നത് BJP അധികാരം പിടിക്കുന്നതിനെ മാത്രമാണ്, അല്ലാതെ BJPയുടെ നയങ്ങളെയല്ല. BJPയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിന് വഴിവെട്ടിയ മൃദു ഹിന്ദുത്വ നിലപാടുകൾ കോൺഗ്രസ് സംഭാവന ചെയ്തതാണ്. അതിനാൽ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. കേരളത്തിൽ ഇടതുപക്ഷവും തമിഴ്നാട്ടിൽ സ്റ്റാലിനും ഉയർത്തുന്നത് പോലെ ശക്തമായി ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തിറക്കാൻ കോൺഗ്രസിനോ രാഹുലിനോ സാധിക്കില്ല. കാരണം ഇന്ന് ഇന്ത്യയിലെ BJPയുടെ ഏറ്റവും ശക്തമായ B ടീമിന്റെ വക്താവ് മാത്രമാണ് രാഹുൽ ഗാന്ധി.